ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം ഇന്നത്തെ ദിവസം എൻ്റെ ഒരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. എല്ലാ ദിവസത്തെയും പോലെ ഇന്നും എൻ്റെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത് ദാണ്ടെ ഒരു കപ്പ് ചായയിലൂടെയാണ് കേട്ടോ. അതിനുശേഷം വാവയായിട്ട് കുറച്ച് നേരം ഇങ്ങനെ മുറ്റത്തൊക്കെ നടക്കുന്ന ഒരു പതിവുണ്ട്. അത് ശീലമായതുകൊണ്ട് തന്നെ അവൾക്കും കുറച്ച് നേരം ഇങ്ങനെ പുറത്തൊക്കെ ഒന്ന് പോയില്ലെങ്കിൽ ആൾ മൂഡ് ഓഫ് ആകും. ഈ ഒരു ടൈമിലായിരിക്കും കേട്ടോ ഞാൻ അവൾക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. മിക്കപ്പോഴും കുറുക്ക് തന്നെയായിരിക്കും രാവിലെ കൊടുക്കുന്നത്. ഇത് നമ്മുടെ വീട്ടിലെ പുളിമരമാണ് കേട്ടോ, കൊഞ്ചുപുളിയാണ്. നേരത്തെയൊക്കെ അച്ചാറിടുകയൊക്കെ ചെയ്യുമായിരുന്നു. ഇപ്പോൾ താഴെ വീണ് പഴുത്ത് താഴെ വീണ് തന്നെ പോവാണ് ചെയ്യുന്നത്. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തിയും മുട്ടക്കറിയാണ്. മുട്ടക്കറിയാണെങ്കിൽ ഞാൻ കുക്കറിലാണ് വെക്കുന്നത്. അതാകുമ്പോഴത്തേക്ക് ഉള്ളിയൊക്കെ പെട്ടെന്ന് ഇങ്ങനെ വെന്ത് കിട്ടുമല്ലോ. അല്ലാന്നുണ്ടെങ്കിൽ കുറേ നേരം ഇട്ട് ഇളക്കി ഇളക്കിയിരിക്കണം. സവാളയും പച്ചമുളകും തക്കാളിയും 2-3 അല്ലി വെളുത്തുള്ളിയും പിന്നെ പൊടികളൊക്കെ ചേർത്തിട്ട് ലേശം കുരുമുളക് പൊടി, ലേശം മുളക് പൊടി, അല്പം മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ചിക്കൻ മസാലയൊക്കെ കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുത്ത് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് കുക്കറിനകത്തിട്ട് ഒരു 3-4 വിസിൽ വരുന്നത് വരെ എന്നിട്ട് ഓഫ് ചെയ്ത് വെക്കും. എന്നിട്ടാണ് മുട്ടയൊക്കെ ചേർത്ത് ഒന്നുകൂടി വഴറ്റിയെടുക്കുന്നത്. ഇതാണ് കേട്ടോ എൻ്റെ ഒരു മുട്ടക്കറിയുടെ റെസിപ്പി എന്ന് പറയുന്നത്. അപ്പോൾ അത് വേവട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് ചപ്പാത്തി കൂടി പരത്തിയിട്ട് ഒന്ന് ചുട്ടൊക്കെ എടുക്കണം. അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ വാവയെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പോയി നോക്കുന്നുണ്ട്. കാരണം ആൾ എന്ത് കുരുത്തക്കേട് വേണേലും ഒപ്പിക്കും. ഇപ്പോൾ സ്റ്റെപ്പൊക്കെ കയറി മുകളിലോട്ട് പോകാനായിട്ടൊക്കെ നോക്കും. മമ്മി അടുത്തുണ്ട്, എന്നാലും ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പോയി നോക്കിയാലേ എനിക്കൊരു സമാധാനം വരത്തുള്ളൂ. അതുകൊണ്ടാണ്. പിന്നെ കുറച്ച് പാലൊക്കെ കൊടുത്തിട്ട് അവിടെ ഇരുത്തിയിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വിശപ്പൊന്നും വന്നില്ലെങ്കിൽ കുറേ നേരം ഇരുന്ന് അങ്ങ് കളിച്ചോളും. ഇന്ന് അന്നക്കുട്ടി എൻ്റെ വീട്ടിലാണ്. മിക്കപ്പോഴും നമ്മളിവിടെ ഇഡ്ഡലി, ദോശ, അപ്പം അങ്ങനെയുള്ള എന്തെങ്കിലും ഇടിയപ്പം അങ്ങനെയൊക്കെ ആയിരിക്കും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതൊക്കെ ആകുമ്പോഴത്തേക്ക് കുട്ടികൾക്കൊക്കെ കഴിക്കാനും എളുപ്പമായിരിക്കുമല്ലോ. ചപ്പാത്തി ആകുമ്പം കുറച്ച് ഹാർഡ് ആയതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾക്ക് കഴിക്കാനായിട്ട് ഭയങ്കര പാടായിരിക്കും. അന്നക്കുട്ടിക്ക് കുഴപ്പമില്ല, പക്ഷേ വാവയ്ക്ക് കഴിക്കാനായിട്ട് ഒട്ടും പറ്റത്തില്ല. ചപ്പാത്തി ആണെങ്കിൽ നമ്മൾ കൊടുക്കാറില്ല. അങ്ങനെ ദാണ്ടെ നമ്മുടെ മുട്ടക്കറിയുടെ ഗ്രേവി റെഡി ആയിട്ടുണ്ട്. ഇനി മുട്ടയൊക്കെ ഒന്ന് പൊളിച്ച് അതിനകത്ത് ഇട്ടിട്ട് കുറച്ചൊന്ന് പറ്റിച്ചെടുക്കണം. അതിന് തേങ്ങാപ്പാലൊക്കെ ചേർക്കുവാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റി ആയിരിക്കും. പക്ഷെ ഞാൻ തേങ്ങാപ്പാലൊന്നും ചേർത്തിട്ടില്ല. എനിക്ക് ഇങ്ങനെ കിട്ടിയാലും ഞങ്ങൾക്ക് കുഴപ്പമില്ലാത്തതുകൊണ്ട്. പക്ഷെ തേങ്ങാപ്പാൽ ചേർക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഗ്രേവിയൊക്കെ കുറച്ചുകൂടെ കട്ടിയായിട്ട് ഒരു ടേസ്റ്റും കൂടെ വരും. അപ്പോൾ ദാണ്ടെ ചപ്പാത്തിയൊക്കെ ചുട്ടെടുക്കുവാണ്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് വേണം ഉച്ചക്കലത്തേക്കുള്ള ലഞ്ചിൻ്റെ ഒരു പ്രിപ്പറേഷൻ തുടങ്ങാനായിട്ട്. അപ്പോൾ ലഞ്ച് കാര്യങ്ങളൊക്കെ മമ്മിയായിരിക്കും റെഡിയാക്കുന്നത്. കാരണം ഞാനിനി വാവയെ കുളിപ്പിച്ച് ഉറക്കാനൊക്കെ ആയിട്ട് പോകും. അതാണ്ട് നമ്മുടെ ചപ്പാത്തിയും മുട്ടക്കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനിനി ഇത് കഴിക്കാൻ പോവാണ്. ഇതാണ്ട് നമ്മുടെ ഉച്ചക്കത്തേക്കുള്ള അരി തിളയ്ക്കുന്ന കേട്ടോ. കുക്കറി വെച്ചാണ്. അപ്പം കുറച്ചുകൂടി വേവാനുണ്ടായിരുന്നു. അപ്പോൾ അത് ഒന്നുകൂടി ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുകയാണ്. മമ്മി തേങ്ങ പൊതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉച്ചയ്ക്ക് നമുക്ക് തേങ്ങാക്കറി, അതായത് മീൻ കറി തേങ്ങ അരച്ച് കറി വെക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് വേണ്ടിയിട്ട് തേങ്ങ പൊതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മൾ ഗോതമ്പ് ഉണക്കാൻ ഇട്ടേക്കുന്നതാണ് കേട്ടോ. നല്ല വെയിലുണ്ട്, ഭയങ്കര പൊള്ളുന്ന ചൂടാണ്, പുറത്തിറങ്ങാനേ പറ്റാത്ത ഒരു അവസ്ഥയാണ്. അത്രയ്ക്ക് ചൂടുണ്ട് കേട്ടോ ഞങ്ങളുടെ ഇവിടെയൊക്കെ. ഈ ഒറ്റ വെയിൽ കൊണ്ടാൽ മതി, എന്ത് വേണേലും ഉണങ്ങിക്കിട്ടും. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്, പുറത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. ഇത് വാവ കിടക്കുന്ന പായാണ് കേട്ടോ. അപ്പം ഞാൻ അതൊന്ന് കഴുകിയിടുവാണ്. അതിൽ അവൾ മൂത്രമൊക്കെ ഒഴിച്ചിട്ട് അഴുക്കൊക്കെ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് ഇടുവാണ്. അപ്പോൾ ഇനിയിപ്പം വാവയെ കുളിപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ കുളിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് ആൾക്ക്. ഇങ്ങനെ വെള്ളത്തിലിരുന്ന് കളിക്കാനാണ് ആളിന് മെയിനായിട്ട് ഇഷ്ടം. അതുകൊണ്ടാണ് കേട്ടോ. കുറച്ച് നേരം ഞാനിങ്ങനെ ഇരുത്തി കളിപ്പിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞതാണ്ട് ഞങ്ങൾ ഡ്രസ്സൊക്കെ ഇട്ട് മുടിയൊക്കെ ചീകിതാണ്ട് സുന്ദരിക്കുട്ടി ആയിട്ടുണ്ട്. ഇനി കുറച്ച് നേരം ആളിരുന്ന് കളിച്ച് കുറച്ച് നേരം കളിച്ചിട്ട് പിന്നെ പാലൊക്കെ കുടിച്ചിട്ട് കിടന്നുറങ്ങിക്കോളും. വഴക്കൊന്നുമില്ല. ആളിനങ്ങനെ ഭയങ്കരമായിട്ടുള്ള വഴക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. എന്തെങ്കിലും ഇടയ്ക്ക് ഫുഡ് കിട്ടിയില്ലെങ്കിൽ, വിശക്കുവാണെങ്കിലും ഉറക്കം വരുവാണെങ്കിലും മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ വൈകുന്നേരം ആയപ്പോഴാണ് കേട്ടോ. വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾ വിചാരിച്ചു പുറത്തൊക്കെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. അപ്പം വാവയും കൊണ്ട് പോവുകയാണെങ്കിൽ ശരിയാവത്തില്ല. കാരണം ഫുഡ് കഴിക്കാനൊക്കെ ഭയങ്കര പാടായിരിക്കും. ആളിനും കൂടെ സമ്മതിക്കത്തില്ല, നമ്മളെ കൊണ്ട് കഴിപ്പിക്കത്തില്ല. അങ്ങനെ വഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. നമ്മൾ കഴിക്കുന്നതിൻ്റെ ഇടയ്ക്ക് പാത്രത്തിൽ വന്ന് കൈയിടുന്നതൊക്കെ ശീലമുണ്ട്. അപ്പം ഞാൻ അവളെ എൻ്റെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട്, അമ്മയുടെ അടുത്ത് കൊണ്ടാക്കിയിട്ട് ഞങ്ങൾ 3 പേരും കൂടി, അന്നക്കുട്ടി എൻ്റെ വീട്ടിലായിരുന്നു, അവിടെ നിന്ന് അവളെയും വിളിച്ച് ഞാനും ഹസ്ബൻഡും അന്നക്കുട്ടിയും കൂടിയിട്ട് ഞങ്ങൾ പുറത്ത്, നമ്മുടെ വീടിന് അടുത്ത് കുറച്ചടുത്ത് തന്നെയുള്ള ഒരു റിസോർട്ടുണ്ട് കേട്ടോ. അവിടെ
ഫുഡും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഹോട്ടലും ബാറും എല്ലാം കൂടിയുള്ള ഒരു റിസോർട്ടാണ്. അപ്പം ഞങ്ങൾ അവിടേക്ക് വൈകുന്നേരം ആയപ്പോൾ പോവാണേ. അപ്പോൾ ഈ ഒരു വഴി എന്ന് പറഞ്ഞാൽ കുറച്ച് ഇടുങ്ങിയ റോഡാണ് നമ്മുടെ വീടിൻ്റെ അവിടുന്ന് ആ ഒരു റിസോർട്ടിലേക്ക് പോകാനായിട്ട്. പക്ഷേ ഭയങ്കര രസമുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. ഇടുങ്ങിയ റോഡാണേലും തോടും കാര്യങ്ങളും ഒക്കെ നല്ല നല്ല രസമായിട്ടുള്ള ഒരു വഴിയാണ്. റോഡൊക്കെ നല്ല നല്ല റോഡ് തന്നെയാണ്. അങ്ങനെ കട്ടറോ കാര്യങ്ങളോ ഒന്നും ഉള്ളതല്ല. ഞങ്ങൾ റിസോർട്ടിലെത്തി. അന്നക്കുട്ടി എപ്പോഴും ഈ ഒരു സ്വിമ്മിംഗ് പൂളിൻ്റെ അടുത്തേക്കാണ് പോകുന്നത് കേട്ടോ. അപ്പം ഞങ്ങളങ്ങനെ അതിനകത്തൊന്നും ഇറക്കാറൊന്നുമില്ല. അവൾ ഇതുവരെ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങിയിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ഭയങ്കര ഇഷ്ടമാണ് ഇറങ്ങി കളിക്കാനൊക്കെ ആയിട്ട്. പക്ഷേ ഇതുവരെയായിട്ട് ഇറങ്ങാൻ പറ്റിയിട്ടില്ല. ഇപ്പോഴും ചെന്നപ്പോൾ ആദ്യം തന്നെ അങ്ങോട്ടാണ് പോകുന്നത്. നല്ല രസമുള്ള ഒരു റിസോർട്ടാണ് കേട്ടോ. നല്ലതായിട്ട് ഫോട്ടോസും റീൽസും ഒക്കെ എടുക്കാൻ പറ്റുന്ന ഒരു റിസോർട്ടാണ് കേട്ടോ. നല്ല ഒരു ആംബിയൻസ് ആണ്. നല്ലൊരു പച്ചപ്പും കാര്യങ്ങളും ഒക്കെയാണ്. നല്ല രസമാണ്. നമ്മൾ കുറച്ചുകൂടി പകലൊരു 4 മണിയൊക്കെ ആ ഒരു സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ലതായിട്ട് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും. പക്ഷെ ഞങ്ങൾ വന്നപ്പോൾ സന്ധ്യ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളിത് ഫുഡ് കഴിക്കാനായിട്ട് കയറിയതാണ്. ഇവിടെ ഡ്രിങ്ക്സ് ഒക്കെ അവൈലബിൾ ആണ്. നമുക്ക് വേണമെങ്കിൽ വാങ്ങി കഴിക്കാം. പക്ഷെ ഞങ്ങൾ ഫുഡ് മാത്രമാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ദാണ്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പം നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. ഇപ്പം നൈറ്റ് ഒരു 8 മണിയോളം ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബായ്. നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും